ധൂം ധാം ഒരു ഹിന്ദി കോമഡി ഫിലിമാണ്. ഒരു ന്യൂലി വെഡഡ് കപ്പിൾ അവരുടെ ഫസ്റ്റ് നൈറ്റാണ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവനെന്നെ ഡിച്ച് ചെയ്തു, എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടുമായിട്ട് അവൻ അഫെയർ ഉണ്ടായിരുന്നു. ആളത് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഭർത്താവ് അവളെ കൺസോൾ ചെയ്യും. ഭർത്താവ് പറയടി, നീ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ നിരന്തരം ടേക്ക് കെയർ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് റൈറ്റ് വൺ അല്ല. നമ്മൾ കുറേ പെയിൻ എടുക്കുന്നു, കുറേ സാക്രിഫൈസ് എടുക്കുന്നു ഒരു ബന്ധം നിലനിർത്താനുണ്ടെങ്കിൽ ആ ബന്ധം ശരിയായ ബന്ധമല്ല. റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുകയാണ്, കാരണം അത് കൺവിൻസിങ് ആയിട്ട് അവൾക്ക് തോന്നി. നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിലൊക്കെ ഇത് ശരിയായിരിക്കും. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പെയിൻ എടുത്ത് ബുദ്ധിമുട്ടിയ ഒരു റിലേഷൻഷിപ്പ് നമ്മളിങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളതിന് ടോക്സിക് ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിട്ടുകളയാം, എളുപ്പമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മാരേജ് എന്ന് പറഞ്ഞൊരു സാക്രമെൻറ്റിലേക്ക് വരുമ്പോൾ ഇതവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ട് പാർട്ട്നേഴ്സും ഒരുപോലെ ആ റിലേഷൻഷിപ്പ് ടേക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടണം, സാക്രിഫൈസ് എടുക്കണം. മാരേജ് എന്ന് പറഞ്ഞ പാക്കേജിൽ ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സാക്രിഫൈസസ്. അതില്ലാതെ മാരേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ഗോസ്പൽ നോക്കിയേ, ജോസഫ് അറിയാണ് തൻ്റെ വുഡ് ബി പ്രഗ്നൻ്റാണ്, അതെൻ്റെ കുട്ടിയല്ല. അപ്പോൾ ജോസഫ് വിചാരിച്ചു അവൾ ഹേർട്ട് ചെയ്യണ്ട, അവൾ ഉപേക്ഷിക്കാം, രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. അവിടെയും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജോസഫ് നാട് വിട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ജോസഫ് നാട് വിട്ട് പോകുമ്പോഴേക്കും നാട്ടുകാരെന്ത് പറയും? കണ്ടില്ലേ, ആ പെങ്കൊച്ചിനെ പറ്റിച്ചിട്ട് അവൻ നാട് വിട്ട് കണ്ടില്ലേ? അപ്പോൾ ജോസഫാണ് അവിടെ അപമാനിതനാകുന്നത്. ജോസഫ് അത് പ്രശ്നമാക്കുന്നില്ല. അപ്പോഴാണ് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്നത്, നീ പേടിക്കണ്ട. എന്നിട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്ലാൻ അവൻ്റെ മുന്നിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ജോസഫിന് മനസ്സിലായി, ഇത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ പോകുന്ന ബിഗ് പ്ലാനാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം എന്നെ ക്ഷണിക്കുന്നത്. ജോസഫ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ജോസഫ് മേരിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്ന് പറയാം, അക്സെപ്റ്റ് ചെയ്തു. ജോസഫ് ദൈവത്തിൻ്റെ പ്രോജക്റ്റ് സ്വീകരിക്കുമ്പോൾ ആ പ്രോജക്റ്റിൽ മറിയുണ്ട്, മറിയത്തിൻ്റെ കുട്ടിയുണ്ട്, ഇനി തൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ഒളിച്ചോട്ടങ്ങളുണ്ട്, കൊലപാതക ശ്രമങ്ങളുണ്ട്, നാട്ടുകാരുടെ വർത്തമാനങ്ങളുണ്ട്. ഇതെല്ലാം ജോസഫ് എടുക്കുകയാണ്. ജോസഫ് ഒരിക്കലും തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കല്ല പോകുന്നത്, താൻ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പിനെ ടേക്കപ്പ് ചെയ്യാണ്. അതാണ് ജോസഫിനെ ഒരു ഹീറോയാക്കുന്നത്.